സോ നമ്മൾ എക്സ്റ്റെൻഡുള്ള ഒരൊറ്റ ഇമേജിൻ്റെ ഷേപ്പ് ഒക്കെ എടുത്ത് നമുക്ക് നോക്കാം. സോ ഇറ്റ് ഹാസ് ടു ബി 28x28 itself. സിമിലർലി നമുക്ക് എക്സ് ടെസ്റ്റിനും വൈ ടെസ്റ്റിനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. ഇറ്റ് വിൽ ബി ദ സെയിം. ഇറ്റ് ഹാസ് ടു ബി ദ സെയിം. സോ നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. പ്ലോട്ട് ചെയ്യാൻ നമുക്ക് മാറ്റ്പ്ലോട്ട്ലിബ് വേണം. സോ ഇതൊരു ഇമേജസ് റെൻഡർ ചെയ്യാൻ മാറ്റ്പ്ലോട്ട്ലിബിന് യൂസ് ചെയ്യുന്ന കമാൻഡാണ് IMShow. സോ നമുക്കിവിടെ എക്സ്ട്രേൻ്റെ ഒരു ഇമേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. സോ ഇതാണ് എക്സ്ട്രേൻ്റെ 200th image. We can see something else. The 9th image is a 4. The first image എന്താണ്? It's a 5. സോ നമുക്കങ്ങനെ വേണമെങ്കിൽ ഇമേജ് ഒക്കെ പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഹാൻഡ് റിട്ടൺ ഡിജിറ്റ്സ്. സോ എക്സ്ട്രെയിൻ പ്രിന്റ് ചെയ്തു. ഓക്കെ, സോ നോർമലൈസ് പിക്സൽ വാല്യൂസ് ടു ദ റേഞ്ച് 0 to 1. വാട്ട് ദിസ് ഡസ് ഇസ്, നമുക്ക് നമ്മുടെ ഈ ഒരു ഇമേജിൽ നമുക്ക് പിക്സൽ വാല്യൂസ് ഉണ്ട്. ഈ പിക്സൽ വാല്യൂസ് കം ഫ്രം റേഞ്ച് എത്രയാണ്? 0 to 225 ആണ്. നമുക്ക് ആ ഒരു റേഞ്ച് കുറയ്ക്കാൻ, ഒരു 0 to 1 റേഞ്ച് ആക്കാൻ വേണ്ടി നമ്മൾ ഓരോ ഇമേജിലെയും ഓരോ പിക്സലിനെയും നമ്മൾ 255 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ഇതിവിടെ ചെയ്യുമ്പോൾ ദ ഹോൾ അറേ വിൽ ബി ട്രാൻസ്ഫോംഡ്. നമ്മൾ ബോത്ത് എക്സ്ട്രെയിനെയും എക്സ് ടെക്സ്റ്റിനെയും അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുക, നോർമലൈസ് ചെയ്യുക. ആഫ്റ്റർ ദിസ് സ്റ്റെപ്പ് ദ റേഞ്ച് വിൽ ബി 0 to 1. അപ്പോൾ നോർമലൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷനൊക്കെ നമ്മൾ ട്രഡീഷണൽ മെഷീൻ ലേണിങ്ങിലും നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെയും നോർമലൈസ് ചെയ്യാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മോഡൽ ഡെഫിനേഷൻ സ്റ്റെപ്പിലോട്ട് തന്നെ കടന്ന്, നമുക്ക് അധികം പ്രീ പ്രോസസ്സിംഗ് ഒന്നുമില്ല. ഡാറ്റ സെറ്റ്സ് ആക്ച്വലി എല്ലാം ഓക്കെയാണ്, നമുക്ക് പ്രത്യേകിച്ച് പ്രീ പ്രോസസ്സിംഗ് ഒന്നും ചെയ്യാനില്ല. സോ ഡിഫൈൻ ദ മോഡൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സീക്വൻഷ്യൽ യൂസ് ചെയ്താണ് നമ്മൾ മോഡൽ ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് മോഡൽ ബിൽഡ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ കോംപ്ലക്സ് സ്റ്റെപ്സ് ഒന്നുമില്ല. സീക്വൻഷ്യൽ ഓഫ് എന്നിട്ട് നമ്മൾ ഉള്ളിൽ എന്താണ് നമ്മുടെ മോഡൽസിൻ്റെ പേര് കൊടുക്കുക. സോ മോഡൽസും ലെയേഴ്സിൻ്റെ പേര് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കണ ഫ്ലാറ്റിനും ഡെൻസ് ലെയേഴ്സ് ആണ്. ഇതൊരു വളരെ സിമ്പിൾ ന്യൂറൽ നെറ്റ്വർക്കാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഫ്ലാറ്റൻ ലെയർ കൊടുക്കുന്നു. ആക്ച്വലി നമ്മളിവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇൻപുട്ട് ലെയർ കൊടുത്തിട്ടില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ, ബിക്കോസ് ടെൻസർഫ്ലോ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സിംഗ് ലെയറായ ഇവിടുത്തെ ഫ്ലാറ്റൻ ലെയർ, ആ ലെയറിൽ നമ്മൾ ഇൻപുട്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ടെൻസർഫ്ലോ ഇൻഫർ ചെയ്തോളും ഇൻപുട്ട് ലെയറിൻ്റെ ഡീറ്റെയിൽസ്, ലൈക്ക് എത്ര ന്യൂറോൺസ് വേണമെന്നൊക്കെ ടെൻസർഫ്ലോ തന്നെ ഇൻഫർ ചെയ്ത് അതിനെ ക്രിയേറ്റ് ചെയ്തോളും. സോ നമ്മളിവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇൻപുട്ട് ലെയറിനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നമ്മൾ ആദ്യമേ നമ്മൾ ഫ്ലാറ്റനാണ് ചെയ്യണത്. ഇറ്റ്സ് എ 3D ഇൻപുട്ട്. അതിനെ ഫ്ലാറ്റൻ ചെയ്തിട്ടാണ് നമ്മുടെ ഡെൻസ് ലെയറിലോട്ട് പാസ് ചെയ്യുന്നത്. സോ നമ്മൾ ഓരോ ലെയറിലും, ലേണബിൾ ലെയറിൽ നമ്മൾ ആക്ടിവേഷൻ ഏതാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. സോ ഹിഡൻ ലെയർ, ഡെൻസ് ലെയറിൽ നമ്മളിപ്പോൾ റെലു ആണ് കൊടുക്കുന്നത്. ആൻഡ് ഈ ലെയർ ഇവിടെ ആക്ച്വലി 2 ഹിഡൻ ലെയേഴ്സ് ഉള്ളൂ. ദെൻ ഡയറക്റ്റ്ലി നമ്മൾ ഔട്ട്പുട്ട് ലെയറിലോട്ട് പോകുന്നു. സോ അതും ഒരു ഡെൻസ് ലെയർ ആൻഡ് ഇറ്റ് ഹാസ് 10 ന്യൂറോൺസ് ബിക്കോസ് ഇറ്റ് ഈസ് എ 10 ക്ലാസ് ക്ലാസിഫിക്കേഷൻ. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആക്ടിവേഷൻ ഫംഗ്ഷൻ സോഫ്റ്റ് മാക്സ് ആണ്. മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷന് യൂസ് ചെയ്യേണ്ട ആക്ടിവേഷൻ ഫംഗ്ഷൻ. സോ ഇതെല്ലാം നമ്മൾ പാസ് ചെയ്യാം. നമ്മൾ മോഡൽസിലെ ഓരോ ലെയേഴ്സ് അവിടെ ഈ സ്റ്റെപ്പിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക.